ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എൻ്റെ പരിപാടി നിങ്ങൾ കണ്ടായിരിക്കും. ഇന്നലത്തെ വീഡിയോയിൽ മൺവെട്ടിയൊക്കെ ഇട്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അച്ഛനെയും വിളിച്ചു. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വന്നിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി തന്നു കേട്ടോ. ഒപ്പം തന്നെ വളരെ നന്നായിട്ട് നിന്ന് ആ തെറ്റിച്ചെടിയും കറിവേപ്പിലയും ഞാൻ പുഴുതു മാറ്റി ഗൈസ്. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നുള്ളത് വഴിയെ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു പുതിയ സന്തോഷം വരികയാണ്, അതെന്താണെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ പറയാൻ പറഞ്ഞു. ഒരുപാട് പേര് കമൻറ്റ്സ് ഇട്ടിരുന്നു, പക്ഷെ ആരും ആ സന്തോഷത്തെ പറ്റി പറഞ്ഞില്ല. എന്നാൽ ഒരു വ്യക്തി ആ സന്തോഷത്തെ പറ്റി പറഞ്ഞു ആ കമൻറ്റിൽ. അതിലൊരാൾ മാത്രമാണ് ആ സന്തോഷം പറഞ്ഞത്. എന്തായാലും അത് ഞാൻ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും കേട്ടോ. ഇതേ ഇപ്പോൾ ചാടിക്കേറി പറഞ്ഞ ആ ഒരു സസ്പെൻസ് അങ്ങ് കളയണ്ടെന്ന് കരുതിയിട്ടാണ് അടുത്ത ആഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്തായാലും ദേ വീടും പരിസരവും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഫുൾ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ആകെ ഭയങ്കര കാർ കയറ്റാനോ സ്കൂട്ടർ കയറ്റാനോ ഒന്നിനും പറ്റാതെ ഭയങ്കര ഇതിലിരുന്നതാട്ടോ. ഈ സാധനം റെൻറ്റിനൊക്കെ എടുത്തിട്ട് അവിടെ എല്ലാം വെട്ടിക്കളച്ച് മണ്ണൊക്കെ കോരി മാറ്റി ഒന്ന് ലെവലാക്കി എടുത്തു. സ്കൂട്ടറൊന്നും കയറാൻ പോലും പറ്റാത്തൊരിതായിരുന്നു. ഇതിപ്പോൾ ഇത് വെട്ടിയതിൻ്റെയും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാറൊക്കെ തിരിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫുൾ സ്ക്രാച്ച് വീഴുന്നുണ്ട്. കറിവേപ്പില അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ വണ്ടി തിരിഞ്ഞ് കയറാനൊക്കെ വലിയ പാടാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വെട്ടിക്കളഞ്ഞത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വെട്ടിക്കളഞ്ഞിട്ടില്ല, ഇങ്ങനെ പുഴുതെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കറിവേപ്പില ഞാൻ വേറൊരു ചട്ടിയിൽ എന്തായാലും നടുന്നുണ്ട്. അത് പൊടിക്കോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഈ കറിവേപ്പില നട്ടത് ജസ്റ്റ് ഒരു കറിവേപ്പിലയുടെ തൈ കൊണ്ടുവന്നിട്ട് ഞാൻ ചുമ്മാ ഒന്ന് പൊടിക്കത്തില്ല എന്ന് കരുതി. ഇത് പാറ പോലെ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ടാറുണ്ടായിരുന്നു. ടാറിൻ്റെ മുകളിൽ ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ട് വച്ചു എന്നേ ഉള്ളൂ. ആ കറിവേപ്പില ഇത്രയും രക്ഷപ്പെട്ട് ഇത്രയും ഭംഗിയായിട്ട് കിളിർത്തൊക്കെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതവിടെ നിന്നിട്ട് എടുത്ത് മാറ്റാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കാറിലൊക്കെ ഫുൾ സ്ക്രാച്ച് വീഴുന്നുണ്ട്. തിരിഞ്ഞ് കയറാനൊക്കെ വലിയ പാട് കേട്ടോ. അങ്ങനെയാണ് ഇതിനെന്തായാലും പുഴുത മാറ്റിയിട്ട് ചട്ടിയിൽ നട്ട് നോക്കാം, പൊടിക്കുകയാണെങ്കിലും പൊടിക്കട്ടെ എന്ന് കരുതിയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും മാറ്റി നടുകയല്ലേ, അപ്പോൾ ഇതിനെ വെട്ടി അങ്ങ് മാറ്റിയാൽ കുറച്ച് കറിവേപ്പിലെങ്കിലും കിട്ടും. ഇതങ്ങ് ചീത്തയായി പോയാലും ഈ ഒരു തൈ അങ്ങ് പട്ട് പോയാലും ആ കറിവേപ്പില ചീത്തയാക്കി കളയണ്ടെങ്കിൽ വെട്ടിയെടുക്കാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് നല്ല കറിവേപ്പിലെങ്കിൽ വെട്ടി മാറ്റി എടുക്കുകയാണേ. ഞാൻ പറഞ്ഞില്ലേ ഇത് പൊടിക്കുമെന്ന് കരുതി ഞാൻ കൊണ്ട് നട്ടതല്ല. പൊടിച്ചപ്പോൾ അങ്ങ് നന്നായിട്ട് പൊടിച്ചു. അത് പിന്നെ ഇവിടെ നല്ല രീതിയിൽ വെയിൽ ഡയറക്റ്റ് ഒരു 5 മണി വരെ കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ രക്ഷപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇത് അന്നേ അറിയായിരുന്നു, അഥവാ പൊടിച്ചാൽ ഇത് തടസ്സമാവും എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ പൊടിക്കില്ല എന്ന് കരുതി കൊണ്ട് നട്ടതാണ്, പൊടിക്കുകയും ചെയ്തു. ആ തെറ്റിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതും വെറുതെ കൊണ്ട് നട്ടതാണ്. അമ്മൂൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ചെടികൾ നട്ട കണ്ടപ്പോൾ എനിക്ക് പിന്നെ നമുക്ക് മതിലിൻ്റെ ഫ്രണ്ടിൽ നടാം, അത്ര സ്ഥലമല്ലേ ഉള്ളൂ, ഭംഗിക്ക് നിൽക്കട്ടെ എന്ന് കരുതി. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു കുഴി ഞാൻ തന്നെ കുഴിച്ച് നടുമ്പോൾ അതിൽ എത്ര ആഴം ഉണ്ടാവും എന്നറിയാമല്ലോ. അതെല്ലാം ഇത്രയും നല്ലതായിട്ട് വരുമെന്ന് കരുതിയില്ല. പക്ഷേ വെട്ടിയപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു. നല്ല ഭംഗിക്ക് തെറ്റിയിട്ടാണെങ്കിൽ നിറയെ പോവാട്ടോ. നല്ല വെയിലും വെള്ളമൊക്കെ ഉണ്ട്, ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ ഇല കാണാൻ പറ്റാണ്ട് പൂവായിട്ട് നിൽക്കും, അത്ര ഭംഗിക്ക് നിൽക്കും. പക്ഷേ അത് ഒന്നും ഫുൾ തെറ്റിയും ഒടിഞ്ഞു പോകുന്നു, വണ്ടികളും കയറ്റാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്ന് എല്ലാം നീറ്റാക്കി വൃത്തിയാക്കി സൂപ്പറാക്കി തന്നു കേട്ടോ. റെസിഡൻസ് ഇപ്പോൾ ഉടനെ തന്നെ അതിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരും നീട്ടി പോവുകയാണ്. അപ്പോൾ അതിന് എന്ത് നടക്കും ഏത് നടക്കും ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്തില്ലെങ്കിൽ നടക്കത്തില്ല. അതുകൊണ്ട് പിന്നെ അതങ്ങ് വൃത്തിയാക്കി ഇട്ടേക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. വേദ സ്കൂളിൽ നിന്ന് വന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഒരു മീറ്റർ തുണി ബ്ലൗസ് തയ്ക്കാനായിട്ട് കള്ളിക്കാട് അമ്മയ്ക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഇടുന്നെങ്കിൽ ഇടട്ടെ എന്ന് കരുതി വാങ്ങിയതാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി വേദയ്ക്ക് ഇതിലൊരു ബ്ലൗസ് തയ്ക്കാൻ, സ്കേർട്ടും സ്റ്റിച്ച് ചെയ്യാം, ഓണത്തിന് ഇടാമെന്ന് കരുതി. വേദ അങ്ങനെ ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഇടുന്ന ആളല്ല. കുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് സ്കേർട്ടും ബ്ലൗസും ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ട്. സ്കേർട്ടും ബ്ലൗസും ഇല്ലാതൊക്കെ വരുമ്പോൾ അമ്പലത്തിൽ കയറാനായിട്ട് വലിയ പാടാണ്, മീൻസ് ഇതൊന്നും ഇല്ലാതെ. അപ്പോൾ ഞാൻ കരുതി ഇതിൽ ഒരു സ്കേർട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് ഓണത്തിനൊക്കെ ഒരു ഫോട്ടോഷൂട്ട് പോലെയൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒന്ന് ആ ഒരു സെറ്റപ്പ് ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാനിങ്ങിൽ ഞാൻ നിൽക്കുക കേട്ടോ. വേദയ്ക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷൻ ആക്കിയ ശേഷം ഇത് സ്റ്റിച്ച് ചെയ്യാനും കൊടുക്കണം. അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ കുറച്ച് തുണിയും എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ കല്യാണത്തിന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത തുണികൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അതും പോയി വാങ്ങണം. കിട്ടി സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. എനിക്ക് പോയി എടുക്കാനുള്ള സമയമില്ല. ഞാൻ എടുക്കാൻ റെഡിയാകുമ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന കുട്ടിക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ ആകെ ബിസിയായിട്ട് നിൽക്കുകയാണ്. കണ്ടോ, അന്ന് കൊടുത്തത് കൊണ്ട് ഇപ്പോഴും തച്ച് കിട്ടി കേട്ടോ. ഈ തിരക്കിനിടയിൽ എനിക്കറിയാം നമ്മൾ സമയത്ത് കൊണ്ട് കൊടുത്താൽ കിട്ടത്തില്ല എന്ന്. ഇനിയൊരു 2-3 ആഴ്ച കൂടെ ഉള്ളൂ കല്യാണത്തിനായിട്ട്. അപ്പോൾ അത് പോയി വാങ്ങണം, അതൊന്ന് ഇട്ട് നോക്കണം, ഓൾട്ടർ ചെയ്യാനുണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്തെടുക്കണം. ഈ ഒരു സ്കേർട്ടും ബ്ലൗസും വേദയ്ക്ക് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു കുന്തവും നടക്കാതെ ഇങ്ങനെ
ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ചെയ്യാൻ കരുതി. പക്ഷേ ഞാൻ രാവിലെ പോയി ഇതെല്ലാം ക്ലിയർ ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോഴാണ് അച്ഛൻ വന്നത്. പിന്നെ ഞാൻ കരുതി ഞാൻ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ കൊടുക്കണമല്ലോ, ഞാൻ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും, എന്താ ഏതാണെന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് രാവിലെ പോവാതെ വൈകിട്ടാക്കിയത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് കുറച്ച് ഹോൾസെയിൽ കടകളുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടു. അപ്പോൾ അവിടെ എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് കരുതി കേട്ടോ. പോകും വഴി വേദയ്ക്ക് ഉള്ളിവട വേണമെന്ന് പറഞ്ഞു. കുറേ ദിവസം കൊണ്ട് ഉള്ളിവടയ്ക്ക് വിളിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഉള്ളിവട വാങ്ങി കൊടുക്കാമെന്ന് കരുതി കേട്ടോ. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിവട. ഈ ഒരു സമയം വന്നാൽ നമ്മുടെ കുണ്ടമങ്കടവിൽ നിന്നാണ് വരുന്നതെങ്കിൽ കുണ്ടമൻകടവ് പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഫസ്റ്റ് ചായക്കട കേട്ടോ. ഒരു 3:30-4 മണിക്കൊക്കെ വരുമ്പോൾ ചൂടോടെ ഉള്ളിവട കിട്ടും. നമ്മുടെ പേയാടെന്നാണ് വരുന്നതെങ്കിൽ കുണ്ടമങ്കടവ് പാലം എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു ചായക്കടയാണ്. മിക്കവാറും ട്യൂഷന് പോകുമ്പോൾ വേദയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വേദ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മിക്കവാറും ഇല്ല കേട്ടോ, വല്ലപ്പോഴും ഇതുപോലെ പോകുമ്പോൾ വാങ്ങിക്കൊടുക്കും. കാരണം ഇവിടെയൊക്കെ നമുക്ക് അറിയാമല്ലോ, ഓയിലൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇങ്ങനെ എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുന്നത്, ഒരുപാട് ഓയിലൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വാങ്ങി കൊടുക്കാറുള്ളൂ ഉള്ളിവടയും സാധനങ്ങളും ഒക്കെ. അപ്പോൾ ഇന്നിപ്പോൾ കുറേ ദിവസമായി ഉള്ളൊരു കൊതി പറഞ്ഞതുകൊണ്ട് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി. നല്ല കരിമുരിയായിരിക്കും കേട്ടോ ഉള്ളിവട. അങ്ങനെ വേദ ഈ വക സാധനങ്ങളൊന്നും കഴിക്കുന്ന കുട്ടിയല്ലായിരുന്നു, ഇപ്പോൾ എല്ലാം കഴിക്കും. ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. എനിക്കും പണ്ട് ഉള്ളിവട ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഈ ഉള്ളിവട കഴിക്കുമ്പോൾ നല്ല കരിമുരിയിരിക്കുന്നത് കൊണ്ട് കഴിക്കും കേട്ടോ. ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ കുഞ്ഞു വീഡിയോ ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, രാവിലെ പോയി തുണി നോക്കുന്നതും മറ്റുമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തിരുന്നതാണ്. അത് ഈവനിങ്ങിലേക്ക് മാറി. ഈവനിങ് പോയപ്പോഴും തുണി എടുക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര തിരക്കാട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഒരു ചമ്മലും ആൾക്കൂട്ടവും ജനവും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് എടുക്കാനും ഒക്കെ വലിയ പാട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വീഡിയോ ആയിട്ടേ എടുത്തിട്ടുള്ളൂ. ചേട്ടൻ ചായ അടിച്ച് തന്നു. സാധാരണ മറ്റേ ബദാം മിൽക്കല്ലേ എല്ലാവരും വാങ്ങുന്നത്. ഞാൻ പറഞ്ഞു ചായയിൽ എനിക്ക് ബദാം മിൽക്കിൻ്റെ പൗഡർ ഇട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ ആ കണക്കിന് ചേട്ടൻ എടുത്തപ്പോൾ നിറയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് ഇത്രയും നിറച്ച് വേണ്ട, കുറച്ച് ചായ മതി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ കുഞ്ഞു ഗ്ലാസ്സിൽ നിന്ന് ഞാൻ കുറച്ച് ചായ വാങ്ങിച്ച് കുടിക്കുന്നതാണ് കണ്ടത്. ഞാനും ഒരു ഉള്ളിവട എടുത്തോട്ടോ. പകുതി ഞാൻ കഴിച്ചിട്ട് പകുതി വേദയ്ക്ക് കൊടുത്തു. എനിക്കും രസവട ഞാൻ കഴിക്കും, പഴംപൊരിയും കഴിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് പഴംപൊരി ഇഷ്ടമല്ല. മെയിൻലി ആ ഓയിലിൻ്റെ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് നിൽക്കും. അപ്പോൾ ഉള്ളിവട വേദയുടെ നിന്നൊരു കടി കടിച്ചപ്പോൾ കൊള്ളാം, നല്ല കരിമുരി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിവട കഴിച്ചു. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ കേക്ക്, എനിക്ക് സ്വീറ്റ്സ്, അത് ലഡു, ജിലേബി, ഹൽവ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. കേക്ക്, പേസ്ട്രീസ്, പിന്നെ ഡെസേർട്ട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം കേട്ടോ. പിന്നെന്താണ് ചിക്കൻ ഐറ്റംസ്, അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഷവർമയൊന്നും എന്തോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മയണൈസിൻ്റെ ഒരു ഇതൊക്കെ വല്ലാതെ. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ പട്ടത്ത് കയറി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, കിട്ടില്ല ഷവർമയായിരുന്നു. ആ മയണൈസിൻ്റെ ടേസ്റ്റൊന്നും ഒട്ടും തന്നെ ഇല്ല. പക്ഷേ എന്നാലും ഭയങ്കര ജ്യൂസി ആയിട്ടൊക്കെ ഉള്ള അടിപൊളി ഷവർമ കേട്ടോ. ആ കടയുടെ പേര് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, അതാണ് ഞാൻ പറയാത്തത്. പട്ടത്ത് മൈജിയുടെ അടുത്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണേ. അങ്ങനെ വേദയ്ക്ക് ട്യൂഷനെല്ലാം ആക്കി കൊടുത്ത ശേഷം ഞാൻ ചാലയിൽ വന്നു. ചാലയിലല്ല, പഴവങ്ങാടി ഗണപതി കോവിലിൻ്റെ ബാക്ക് സൈഡിലുള്ള സൂറത്തിലും ഇവിടേക്കാണ് വന്നത്. എനിക്ക് സത്യമായിട്ട് ഒരു മെറ്റീരിയലും ഇഷ്ടമായില്ല, ഞാൻ വാങ്ങിയില്ല. പിന്നെ ഹോൾസെയിലിൻ്റെ കാര്യം സൂറത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് പിന്നെ നമുക്ക് ബാംഗ്ലൂരിൽ നിന്നും എടുക്കണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ നോക്കിയപ്പോഴേക്കും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നല്ല കളക്ഷൻസ് ഒന്നുമില്ല, വെറും തേപ്പാണ്. പിന്നെ പുതിയ കളക്ഷൻസ് മൺഡേ വരാൻ പറഞ്ഞു. അപ്പോൾ പോയി ഒന്ന് നോക്കണമെങ്കിൽ പിന്നെ നമുക്ക് ഇത്രയും ദൂരം പോകണ്ടല്ലോ എന്നൊക്കെ കരുതി അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊന്നും ഇഷ്ടമായില്ല, അതാണ് സത്യം. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത്, അതുകൊണ്ട് വാങ്ങിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ബൂസ്റ്റർ ടീ പൂജപ്പുര വന്നിട്ട് ബൂസ്റ്റർ ടീ കുടിക്കുന്നതിൻ്റെ തൊട്ട് ചേർന്ന് അവരുടെ തന്നെ ഒരു കുഞ്ഞ് ജ്യൂസ് ഷോപ്പും ഉണ്ട് കേട്ടോ. അവിടെ കയറി കുറേ ദിവസം കണ്ട് അവിടെ ജ്യൂസ് കുടിക്കാൻ കയറുമ്പോൾ എല്ലാവരും ഇത്രയും വലിയ ഗ്ലാസ്സിൽ നിറയെ സർബത്ത് കുടിക്കുന്ന കാണാം. അങ്ങനെ ഞാനൊരു കൊതി തോന്നിയിട്ട് ഒരു സർബത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോഴേ അവർ സർബത്ത് ലൈവായിട്ട് ഉണ്ടാക്കുക കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ സർബത്ത് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ എടുത്ത് തരുകയല്ലേ ചെയ്യുന്നത്. ഇവരെവിടെ ചോദിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കത്തേ ഉള്ളൂ. നിറയെ കാഷ്നട്ട്, ട്യൂട്ടി ഫ്രൂട്ടി. എനിക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഇഷ്ടമല്ലാത്തത് ഞാൻ പറഞ്ഞു ട്യൂട്ടി ഫ്രൂട്ടി ഇടണ്ടെന്ന് പറഞ്ഞു. വാട്ടർമെലൺ, ആപ്പിൾ, പിന്നെന്താണ് ഡേറ്റ്സ് എല്ലാം കൂടി ഇട്ടിട്ട് കൊള്ളായിരുന്നു കേട്ടോ. 70 രൂപയായിരുന്നു സർബത്ത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അത്ര തന്നെ. അങ്ങനെ അതും കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നില്ല, നേരെ വീണ്ടും വേദയെ വിളിക്കാനായിട്ട് പോയി. ഇത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നേരെ വേദയെ വീട്ടിൽ വിളിക്കാനുള്ള സമയമായി. അങ്ങനെ വേദയെ വിളിക്കാൻ പോയി. വേദയെ വിളിച്ചിട്ട് തിരിച്ചു വന്നു. വൈകുന്നേരം വേദ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ, ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് വേദ എന്തോ ഒരു പരീക്ഷണം ചെയ്തു കേട്ടോ. റോബസ്റ്റ ബനാനയൊക്കെ വെച്ചിട്ട് ഒരു കേക്ക് എന്തോ ഉണ്ടാക്കി, പാത്രം കൂടി കരിഞ്ഞു കേട്ടോ. അവണിൽ വെച്ച് എന്തോ ഉണ്ടാക്കിയതാണ്.
ഇപ്പോൾ വന്നപ്പോൾ ഒരു 6:30-7 മണി സമയം കേട്ടോ, ഈ ഹൈ വോൾട്ടേജ് സമയത്തിൽ അവൾ മാഗി ഉണ്ടാക്കുക കേട്ടോ അവണിൽ വെച്ച്. ഇതാകുമ്പോൾ വലിയ പാടൊന്നുമില്ല, ഒരു പാത്രം എടുക്കുക, വെള്ളം ഒഴിക്കുക, മാഗി ഇടുക, അവണിൽ വയ്ക്കുക, അതിൽ തന്നെ വേവും, അതിൽ തന്നെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. അതുകൊണ്ടെടുത്ത് അങ്ങ് അതിലേക്ക് കയറ്റി കേട്ടോ. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു, ഇത്രയും ഹൈ വോൾട്ടേജ് സമയം നിനക്ക് ഈ ഓവൺ ഇടാൻ വേണ്ടിയിട്ട് തലയ്ക്ക് വല്ല സൂക്കേടുണ്ടെന്നൊക്കെ വഴക്ക് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ നോക്കിയപ്പോൾ കേക്ക് ഉണ്ടാക്കി കരിച്ച് വെച്ചിരിക്കുന്നു. അതുകൂടെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം. കേക്ക് പീനട്ട് ബട്ടർ കൊക്കോ പൗഡർ എന്തൊക്കെയോ ഇട്ടിട്ട് കരിച്ച്, അതും ആ പാത്രത്തിലൊന്നും അവണിൽ ബേക്ക് ചെയ്യാനായിട്ടൊന്നും വെച്ചുകൂടാ, അതിലൊക്കെ എടുത്ത് വെച്ച് ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണെങ്കിലും ബർഗറും നൂഡിൽസും അതും ഇതൊക്കെയാണ് കഴിക്കുന്നത്. ചോറ് കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അങ്ങനെ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ വേദയ്ക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എന്നും ഈ ഫുഡ് കഴിച്ചാൽ, ഇത് ഞാൻ കണ്ടില്ല കേട്ടോ നൂഡിൽസ് എടുത്തവൾ ഇതിനകത്ത് വയ്ക്കുന്നത്, എങ്കിൽ ഞാൻ കഴിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ചോറും മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ രാത്രിയിലത്തെ പരിപാടികളെല്ലാം ചെയ്യുകയാണ്. രാത്രി എന്താണ്, പുട്ട്, എന്നത്തെയും പോലെ പുട്ടുണ്ട്, മീൻകറി ഉണ്ട്. ചില വീടുകളിലുണ്ട് കേട്ടോ ചപ്പാത്തി തന്നെ ഈവനിങ് നിർബന്ധമാണ്. അങ്ങനെയുള്ളവരൊക്കെ പെടും കേട്ടോ. ഇവിടെ ആയിരുന്നു പുട്ട് മതി, അത് വലിയൊരു കാര്യമാണ്, വലിയൊരു ആശ്വാസമാണ്. ശകലം മാവെടുക്കാൻ നനയ്ക്കുക, പുട്ടുകറ്റിയിൽ വയ്ക്കുക, അതും തേങ്ങ പോലും വേണ്ട. എന്ത് സന്തോഷമാണെന്ന് നോക്കിയാൽ. ചില വീട്ടിൽ നിർബന്ധമായിട്ട് ചപ്പാത്തി, മാവെടുക്കണം, കുഴയ്ക്കണം, പരത്തണം, ചുടണം, പിന്നെ അതിന് കറി ഉണ്ടാക്കണം. പുട്ടൊക്കെ ആകുമ്പോൾ മീൻകറി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ചപ്പാത്തിയും മീൻകറിയുടെ കഴിക്കാം, എങ്കിലും കുറച്ചുകൂടെ ചിലപ്പം ചിലരൊക്കെ കറി നിർബന്ധം പറയും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏട്ടൻ എന്ത് ഭേദമല്ലേ. പക്ഷേ ഈ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ചൂടോടെ അപ്പോഴുണ്ടാക്കി കഴിക്കുന്നതാണ് ഏട്ടന് ഇഷ്ടം. അത് ഒരു തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അത് എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്, ആവശ്യമാണ്. പക്ഷേ ഏട്ടനൊന്ന് കുക്ക് ചെയ്യാനോട് പഠിപ്പിക്കാമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ആശ്വാസമായേനെ. അപ്പോൾ എന്തായാലും 10 മിനിറ്റിൽ മാഗി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഡിന്നറെല്ലാം സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയുകയാണ്. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാമെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്കറിയാം, ഊഹിക്കാം. ഞാനും ഇതൊക്കെ തന്നെയായിരിക്കും മറുപടി പറയുന്നത്, എങ്കിലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.